അടിയന്തര യോഗം വിളിച്ച ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോട്ടയത്തും പത്തനംതിട്ടയിലുമുള്ള പരിപാടികൾ ഒഴിവാക്കിയാണ് അടിയന്തര യോഗം ചേരാൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തിയത്. മാനസ മനോജ് വിവരങ്ങളുമായി ചേർന്നിട്ട്. മാനസ, പുറത്തുവരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം ഇത്തരത്തിൽ തിടുക്കപ്പെട്ടൊരു യോഗം ചേരാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചത്. അല്പസമയം മുൻപാണ് എല്ലാ പരിപാടികളും റദ്ദാക്കിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്. രാവിലെ ചെങ്ങന്നൂരിൽ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അവിടെ നിന്നാണ് മറ്റ് പരിപാടികളൊക്കെയും തന്നെ റദ്ദാക്കി ഉടൻ തന്നെ തലസ്ഥാനത്ത് എത്തിയത്. കോട്ടയത്തും പത്തനംതിട്ടയിലുമുള്ള പരിപാടികൾ വെട്ടിച്ചുരുക്കിയായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് എത്തിയ ഉടൻ തന്നെ പെട്ടെന്ന് അകത്തേക്ക് കയറി പോകുന്ന ഒരു പ്രവണതയായിരുന്നു മാധ്യമങ്ങളൊക്കെയും ഉണ്ടായിട്ടും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോകാനുള്ള ഒരു പ്രവണതയായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പിന്നാലെയാണ് മനസ്സിലായത് എസ് സുരേഷ് ഉൾപ്പെടെയുള്ള ജനറൽ സെക്രട്ടറിമാരായ എസ് സുരേഷ്, അനൂപ് ആന്റണി തുടങ്ങിയ ആളുകളൊക്കെയും തന്നെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലായത് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. നിലവിൽ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ അടിയന്തര യോഗം നടക്കുകയാണ് എന്ന് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത്. അനൂപ് ആന്റണി, അതോടൊപ്പം തന്നെ ദേശീയ നിർവാഹക സമിതി അംഗമായ പി.കെ. കൃഷ്ണദാസ്, എസ് സുരേഷ്, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരുമായാണ് സംസ്ഥാന അധ്യക്ഷൻ യോഗം ചേരുന്നത്. ഈ പുറത്തു വന്ന വിവരങ്ങൾ, അതായത് രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള ഈ അഴിമതി ആരോപണങ്ങളൊക്കെയും തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ഇതിനൊക്കെയും ഉള്ള മറുപടികൾ എങ്ങനെ നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരിക്കാം പക്ഷേ ഇത്തരത്തിൽ അടിയന്തരമായി ഒരു യോഗം ചേർന്നുണ്ടാവുക എന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. ഈ വാർത്ത കൈരളി ന്യൂസായിരുന്നു ഈ കഴിഞ്ഞ 16-ാം തീയതി പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ കൈരളി ന്യൂസിന്റെ ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ ഒരു മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയായിരുന്നു സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. 175 ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ മറച്ചുവിറ്റത്, അതും 500 കോടിക്ക് മറച്ചുവിറ്റത് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള ഒരു പരാതി തന്നെയായിരുന്നു നിലനിൽക്കുന്നത്. അതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു മറുപടി നൽകാതെ ഇത്തരത്തിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നത്. കൈരളി പോയി അന്വേഷിക്കൂ എന്നത് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാൽ അതിൽ നിന്ന് ഇനി ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് തന്നെ പൂർണ്ണമായും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോവുകയും ഇപ്പോൾ അടിയന്തര യോഗം വിളിച്ചു ചേർത്തതും എന്നത് വ്യക്തമായിരിക്കുകയാണ്. ഏതായാലും ഈ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിലവിൽ. എങ്കിൽ കൂടിയും എത്രത്തോളം അദ്ദേഹം മാധ്യമങ്ങളോട് സഹകരിക്കും എന്നത് ഇതുവരെയും തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ അടിയന്തര യോഗത്തിന് ശേഷം ഒരുപക്ഷെ കൃത്യമായ മറുപടി അദ്ദേഹത്തിന് പറയാൻ കഴിയുമെങ്കിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ മാധ്യമങ്ങളോട് സംസാരിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറിന് നൽകാൻ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുഖം നൽകാൻ രാജീവ് ചന്ദ്രശേഖറിന് കൃത്യമായ ഒരു മറുപടി ഇല്ല എന്ന് തന്നെയാണ് ഈ അടിയന്തര യോഗത്തിലൂടെ തന്നെ വ്യക്തമാകുന്നത്. ശരി, കോട്ടയത്തും പത്തനംതിട്ടയിലുമുള്ള പരിപാടികൾ ഒഴിവാക്കിയാണ് രാജീവ് ചന്ദ്രശേഖർ അടിയന്തര യോഗം വിളിച്ചത്. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.